ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുന്ന ഒരു വ്യത്യസ്തനായ ഒരു കർഷകനാണ്. നമുക്ക് ഈ തെങ്ങ് തോപ്പിലോട്ട് നമുക്ക് പോവാം. അഗ്രികൾച്ചർ സയൻറ്റിസ്റ്റാണ്. തെങ്ങിനെ കുറിച്ച് ഏറ്റവും അവസാനം കേരള സർക്കാരിന് വേണ്ടി ഒരു 12 വർഷം കേരളത്തിൽ മാത്രമായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. ബാംഗ്ലൂർ ഇരുന്നുകൊണ്ട് തന്നെ മണ്ണിനെ കുറിച്ചും കാലാവസ്ഥയെക്കുറിച്ചും കേരളത്തിന് വിശദമായ പഠനങ്ങൾ നടത്തി കേരള സർക്കാരിന് കൊടുത്തിട്ടുണ്ട്. റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അല്ല, ഏറ്റവും അവസാനം നടത്തിയ പഠനമാണ് തെങ്ങിനെ കുറിച്ചുള്ള പഠനം. കേരളത്തിൽ 35 തേങ്ങ ഒരു വർഷം പഠനങ്ങൾ കൂടുതൽ നടത്തേണ്ടിയിരുന്നു. അതുകൊണ്ട് ഞാൻ തെങ്ങ് കൃഷിയിലേക്ക് അങ്ങ് പോന്നു. പിന്നെ തെങ്ങ് കൃഷി ആദായകരമാക്കാം എന്നുള്ളൊരു വിശ്വാസവും കൂടി ഉണ്ടായിരുന്നു. 50 കിലോ ഡോളമൈറ്റ് എന്നുള്ള കുമ്മായ വസ്തു കൂടെ ചേർത്താണ് ഒരു കുഴിയിലെ 9 മീറ്റർ അകലത്തിൽ കുഴികളെടുത്തു. ആ കുഴിയുടെ പകുതി മണ്ണിട്ട് നിറച്ചിട്ട് ഡോളമൈറ്റ് വിട്ട് നിറച്ചിട്ടാണ് തെങ്ങ് തൈ വെച്ചത്. അതൊരു പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ്. ഹൈബ്രിഡ് ആണേലും നാടനാണേലും ഇതെല്ലാ തെങ്ങുകളും 3.5 വർഷത്തിൽ ചൊട്ടയിടും. കുഴി ഇങ്ങനെ എടുത്തിട്ട് വെക്കുന്നതിനകത്ത് 2 കാര്യമാണുള്ളത്. ഇത്രയും ഭാഗത്ത് മണ്ണില് കീഴ്മണ്ണില് അമ്ലഗുണം ഇല്ലാതെ കിട്ടും. 2 പ്രധാന മൂലകങ്ങളായ കാൽസ്യവും മഗ്നീഷ്യവും സുലഭമായി കിട്ടും. എല്ലാ പഴയതും ശരിയായി കൊള്ളണമെന്നില്ല. സയൻസ് പുരോഗമിക്കുകയാണ്. മാറി ചിന്തിച്ചുകൊണ്ട് ഒരു വലിയ കുഴപ്പമൊന്നും പറയാൻ പോണില്ല. പറയുന്ന സാറേ ചെല്ലിയുടെ പ്രശ്നം കൊണ്ടാണ്. ചെല്ലി ആക്രമിച്ചാണ് സാറേ. ഈ ചുമന്ന ചെല്ലിയെ പ്രതിരോധിക്കാൻ ഇത് തന്നെയാണോ മാർഗം? ഈ വല വെച്ച് കഴിഞ്ഞാൽ ചുമന്ന ചെല്ലിക്ക് ഈ വലയുണ്ട് യാതൊരു കാര്യമില്ല. കറുത്ത ചെല്ലിക്ക് മാത്രമേ പ്രയോജനമുള്ളൂ. ഇതിങ്ങനെ പഠിച്ചു വരുന്നു ഓരോന്നോരോന്നായിട്ട്. പുസ്തകത്തില്ലാത്തതാണ് പലതും. ഇവന്റെ പകുതിയും പോയി ഉറുമ്പ് തിന്നത് കണ്ടോ? കറുത്ത ചെല്ലി കുടുംബം ചെല്ലി. സാറ് ട്രാക്ക് ചെയ്തെന്ന് പറയാം, അതെങ്ങനെ കണ്ടു? അത് അതിന്റെ ബിഹേവിയർ എങ്ങനെയാണെന്നുള്ളത്. ഇപ്പൊ നമ്മളടുത്ത് ഈ മൊബൈലിൽ ചെറിയ സൗണ്ട് റെക്കോർഡ് ചെയ്തു. അതിന്റെ സൗണ്ടിന്റെ പ്രത്യേകത എന്നൊരു സൗണ്ട് വരും. സൗണ്ട് ട്രാക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ അപ്പൊ അവരവരുടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് എനിക്കുണ്ട് സപ്ലൈ ചെയ്തു. ഇപ്പൊ എല്ലായിടത്തും ഉണ്ട്. ഇപ്പൊ സർക്കാർ സബ്സിഡി കൊടുത്തതുണ്ട്, കിട്ടുന്നുണ്ട്. ആദ്യം ഞാനാ കൊണ്ടുവന്നേ. സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ എത്തിയിട്ടുള്ളത് ഒരു തെങ്ങും തോപ്പിലാണ്. കേരം തെങ്ങും കേരളനാട് എന്നാണല്ലോ പറയുന്നത്. നമ്മുടെ കേരളത്തിന് പേര് ലഭിച്ചത് തന്നെ കേരം തെങ്ങ് വൃക്ഷത്തിൻ്റെ പേരിലാണെന്നുള്ളതാണെന്നാണ് ഐതിഹ്യം. അപ്പോൾ ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുന്ന ഒരു വ്യത്യസ്തനായ ഒരു കർഷകനാണ്. നമുക്ക് ഈ തെങ്ങും തോപ്പിലോട്ട് നമുക്ക് പോവാം. സാറേ നമസ്കാരം. നമസ്കാരം. സാറിന്റെ പേര്? എൻ്റെ പേര് ഡോക്ടർ കെ മധുസൂദനൻ നായർ. ഓക്കെ. സാറ് എന്നാ പറയുന്നത്, ഈ തെങ്ങ് കൃഷി എത്ര തെങ്ങ് ചെയ്യുന്നുണ്ട് കൃഷി? ഞാൻ 2016 റിട്ടയർമെന്റിന് ശേഷം ഇവിടെ എത്തി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇവിടെ റബ്ബറായിരുന്നു. റബ്ബറും മറ്റു മരങ്ങളൊക്കെ ആയിരുന്നു. അതെല്ലാം വെട്ടി മാറ്റിയിട്ട് ആദ്യമായി ചെയ്തത് തെങ്ങ് കൃഷി ചെയ്യാനായിട്ടുള്ള ആരംഭമായിട്ടു. ഈ സാറേ ഈ റബ്ബർ മാറ്റിയിട്ട് തെങ്ങിലോട്ട് വരാനുള്ള സാഹചര്യം? ഒന്നാമത് ബേസിക്കലി സയൻറ്റിസ്റ്റാണ്, അഗ്രികൾച്ചർ സയൻറ്റിസ്റ്റാണ്. തെങ്ങിനെ കുറിച്ച് ഏറ്റവും അവസാനം കേരള സർക്കാരിന് വേണ്ടി ഒരു 12 വർഷം കേരളത്തിൽ മാത്രമായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. ബാംഗ്ലൂർ ഇരുന്നുകൊണ്ട് തന്നെ. അപ്പം കേരള സർക്കാരിൻ്റെ ക്ഷണപ്രകാരം വന്നു കഴിഞ്ഞിട്ട് അവരെന്നെ വിട്ടില്ല. റിട്ടയർമെന്റ് വരെ കഴിഞ്ഞ് ലാസ്റ്റ് ചെയ്തത് ഇവിടെ മണ്ണിനെ കുറിച്ചും കാലാവസ്ഥയെക്കുറിച്ചും കേരളത്തിന് വിശദമായ പഠനങ്ങൾ നടത്തി കേരള സർക്കാരിന് കൊടുത്തിട്ടുണ്ട്. റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ അതിനകത്ത് പല കാര്യങ്ങളും ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. സാർ ഏത് വർഷം സമർപ്പിച്ച റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്? അത് 2006 തൊട്ട് ഇങ്ങനെ പല റിപ്പോർട്ടുകളും പല പഠനങ്ങളും കൊടുത്തിട്ടുണ്ട്. അല്ല, ഏറ്റവും അവസാനം നടത്തിയ പഠനമാണ് തെങ്ങിനെ കുറിച്ചുള്ള പഠനം. അതിൽ ഒരുപാട് കാര്യങ്ങൾ തെളിഞ്ഞു വന്നു. തെങ്ങ് എന്തുകൊണ്ട് കേരളത്തിൽ തെങ്ങ് കൃഷിയുടെ പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, തെങ്ങിന് എന്തുകൊണ്ട് ഉൽപ്പാദനക്ഷമത വളരെ കുറവാണെന്നുള്ള. കേരളത്തിലാണ് തെങ്ങ് കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും കുറവ് തെങ്ങ് ഉൽപ്പാദനക്ഷമതയുള്ളതാണ്. കേരളത്തിൽ 35 തേങ്ങ ഒരു വർഷം കിട്ടത്തുള്ളൂ, ഒരു തെങ്ങിന്റെ ആവറേജ്. തമിഴ്നാട്ടിൽ അത് 100 തേങ്ങയാണ്, കർണാടകത്തിൽ 100 തേങ്ങയാണ്, ആന്ധ്രയിൽ അതിൽ കൂടുതലാണ്. എന്തുകൊണ്ട് കേരളത്തിന്റെ നാടാണെന്ന് പറഞ്ഞാൽ കേരളത്തിന് ഈ അവസ്ഥ എന്തായി? 3-1 പ്രൊഡക്ഷനേ ഉള്ളൂ. ഇവിടെ കോട്ടയൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 20 നട്ട് പോലും കിട്ടത്തില്ല ഒരു വർഷം. സാറേ ഞാൻ ഒരു സംശയം ചോദിച്ചിട്ട്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപാദന ശേഷിയുള്ള ഏത് ഡിസ്ട്രിക്റ്റിലാണ്? ഏറ്റവും കൂടുതലുള്ളത് ചിറ്റൂർ മേഖലയിലാണ്. എന്നൊക്കെ തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്നത് ചിറ്റൂർ മേഖലയിലാണ് കിട്ടുന്നുണ്ടല്ലേ. അത് അടുത്തതായിട്ട് കിട്ടുന്നത് കാസർഗോഡ്, അടുത്ത മലപ്പുറം. ജില്ലകളിലൊന്നുമില്ല. 50-60 ഒക്കെ വരും. ബാക്കി ഉള്ളവരുടെല്ലാം സ്ഥിതി പരിതാപകരമാണ്. നമ്മുടെ കോട്ടയം ഒക്കെ വളരെ പരിതാപകരമാണ് സ്ഥിതി.
അപ്പം അതിൻ്റെ കാരണങ്ങളൊക്കെ ഏകദേശം ഞാൻ CPCRA ആയിട്ട് ചേർന്നായിരുന്നു ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്തിയത്. അപ്പോൾ എനിക്ക് ഏകദേശം അതിൻ്റെതായ വിവരങ്ങളൊക്കെ കിട്ടി. അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രശ്നങ്ങളെന്നുള്ളതൊക്കെ പഠിച്ചു കഴിഞ്ഞു. എനിക്ക് കുറേ പഠനങ്ങൾ കൂടുതൽ നടത്തേണ്ടിയിരുന്നു. അതുകൊണ്ട് ഞാൻ തെങ്ങ് കൃഷിയിലേക്ക് അങ്ങ് പോന്നു. പിന്നെ തെങ്ങ് കൃഷി ആദായകരമാക്കാം എന്നുള്ളൊരു വിശ്വാസവും കൂടി ഉണ്ടായിരുന്നു. ട്രഡീഷണലായിട്ട് നമ്മുടെ ഈ സ്ഥലങ്ങൾ മുഴുവൻ തെങ്ങ്, കവുങ്ങ്, കാപ്പി, കുരുമുളക് ഇതൊക്കെ ചെയ്തിട്ടുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. പണ്ടിതായിരുന്നു നമുക്ക് കഴിഞ്ഞ തലമുറയിലൊക്കെ ഇതായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് റബ്ബർ വന്നേ പിന്നെയാണ് നമ്മൾ കാര്യമായ എക്കണോമിക് പുരോഗതി ഉണ്ടായി. അത് റബ്ബർ വളരെ നല്ലൊരു കൃഷിയാണ്. പ്രത്യേകിച്ച് ആബ്സെൻ്റ് ലാൻഡ്ലോഡിസം ആണെങ്കിൽ റബ്ബറാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നോക്കാൻ വേറെ ജോലി ചെയ്തുകൊണ്ട് ചെയ്യാനാണെങ്കിൽ റബ്ബറാണ് ഏറ്റവും നല്ലത്. ഇപ്പോഴും എനിക്ക് റബ്ബറിനോട് ആണ് ഏറ്റവും താല്പര്യം. എങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ വിദേശത്ത് ജോലിയായിരുന്നപ്പോൾ, കേരളത്തിന് പുറത്ത് ജോലിയായിരുന്നപ്പോൾ ഞാൻ അത് തന്നെയാണ് ചെയ്തത്. റബ്ബർ തന്നെയാണ് ചെയ്തത്. അത് ഏറ്റവും സൗകര്യപ്രദമായ കൃഷിയാണ്. വലിയ അധ്വാനം വേണ്ട കൃഷിയല്ല. വർഷത്തിലൊരിക്കൽ നോക്കിയാൽ മതി. ചുരുങ്ങിയ തോതിൽ നോക്കി വെച്ചാൽ മതി. അപ്പോൾ അതൊക്കെ റബ്ബർ നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റ് വരുമാന മാർഗവും കൂടെ ഉണ്ടെങ്കിൽ റബ്ബർ ഏറ്റവും അനുയോജ്യമായ കൃഷിയാണ് നമ്മുടെ കോട്ടയത്തൊക്കെ. പക്ഷേ ഇതെനിക്കൊന്നുകൂടെ തോന്നി, ഇത് കുറേ കൂടെ ലാഭകരമായിട്ട് ചെയ്യാമെന്നുള്ളതും സാമ്പത്തികമായിട്ട് ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസം അതിൻ്റെ കുറേ കൂടെ ഒരു പരീക്ഷണാർത്ഥം തന്നെയാണ് ചെയ്തത്. 17 ഓഗസ്റ്റിലാണ് ആദ്യത്തെ ബാച്ച് തെങ്ങ് കുഴിച്ചു വെച്ചത്. അപ്പം തെങ്ങ് കുഴിച്ചു വെച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴിച്ചു വെക്കുന്നതിനകത്ത് ഞാൻ അല്പം മാറ്റങ്ങൾ വരുത്തി. കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം, എല്ലാ മണ്ണിലുമുള്ള ഏറ്റവും വലിയ പ്രശ്നം അധികരിച്ച അമ്ലത എന്നുള്ളതാണ്. അതായത് pH 5.5 താഴെ നിൽക്കുന്നു. ആ മണ്ണിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാനൊക്കും. അത് മേൽമണ്ണിൽ മാത്രമല്ല കീഴ്മണ്ണിലും ഉണ്ട്. അപ്പോൾ മേൽമണ്ണിലെ അമ്ലഗുണം മാറ്റാൻ നമുക്ക് വളരെ ലളിതമായിട്ട് സാധിക്കും. കുമ്മായ വസ്തുക്കൾ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സാധിക്കും. പക്ഷേ കീഴ്മണ്ണിലെ അമ്ലഗുണം മാറ്റാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിന് ചില പ്രത്യേക മഗ്നീഷ്യം സൾഫേറ്റും ഒക്കെ കൊടുക്കണം. അതൊന്നും ഇവിടെ കേരളത്തിൽ പ്രാക്ടീസ് ചെയ്തിരുന്നില്ല വേണ്ട പോലെ. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കുഴി കുഴിക്കുന്നതിനകത്ത് തന്നെ മാറ്റം വരുത്തി. പാക്കേജ് ഓഫ് പ്രാക്ടീസസ് യൂണിവേഴ്സിറ്റിയായിട്ട് പറഞ്ഞിട്ടുള്ളൂ, CPCRAക്കാർ പറയുന്നിട്ടുള്ളൂ, കേരള സർക്കാർ പറയുന്നതുമായിട്ട് 1 മീറ്റർ സ്ക്വയറിലുള്ള 1 മീറ്റർ ആഴമുള്ള കുഴി വെക്കാൻ. ഞാനതിന് പകരം എത്രയാണ് 1.25 മീറ്റർ ആഴവും, അതായത് 5 അടി ആഴവും 5 അടി ചതുരവും 5 അടി താഴ്ചയുമുള്ള കുഴിയിൽ എടുത്ത മേൽമണ്ണ് തിരിച്ചിടുന്ന കൂട്ടത്തിൽ അതിനകത്ത് ഒരു പിറ്റിനകത്ത് പകുതി വരെ നിറയ്ക്കും. അതിനകത്ത് 50 കിലോ ഡോളമൈറ്റ് എന്നുള്ള കുമ്മായ വസ്തു കൂടെ ചേർത്താണ്. 50 കിലോ ഒരു കുഴിയിൽ അര കിണ്ടല്. അപ്പോൾ അത്രയായിട്ടാണ്. എന്തിനാണ് ചെയ്തത്? ആ ചെടി വളരുന്നിടത്ത് മണ്ണിനകത്ത് കീഴ്മണ്ണിൽ നമ്മളെ കൊണ്ട് ഉണ്ടായിരിക്കരുത്. അപ്പം അങ്ങനെയാണ് ഇവിടെ ഈ തെങ്ങ്. അപ്പോൾ JCB വെച്ച് റബ്ബറെല്ലാം വെട്ടിമാറ്റി ഈ പറമ്പ് മുഴുവൻ ഉഴുതു. JCB കൊണ്ട് തന്നെ ഉഴുതു. കയ്യാലുകളെല്ലാം ബലപ്പെടുത്തി നല്ലതായിട്ട് തട്ടുതട്ടായി തിരിച്ചു. അതെന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണ് സംരക്ഷിക്കാനും ജലം സംരക്ഷിക്കാനും കൂടിയാണ്. അപ്പം ഇതെല്ലാം തട്ടുതട്ടായി തിരിച്ചു ലാൻഡ്സ്കേപ്പിംഗ് നടത്തി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഈ കുഴികൾ എടുക്കുന്നത്. 9 മീറ്റർ അകലത്തിൽ കുഴികളെടുത്തു. ഒരു തെങ്ങ് തമ്മിലുള്ള 2 തെങ്ങുകളുള്ള വ്യത്യാസം. അപ്പം അത് കഴിഞ്ഞിട്ട് ആ കുഴിയുടെ പകുതി മണ്ണിട്ട് നിറച്ചിട്ട് ഡോളമൈറ്റ് വിട്ട് നിറച്ചിട്ടാണ് അതിനകത്ത് തെങ്ങും തൈ വെച്ചത്. അതൊരു പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ്. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ്. അതിന്റെ പരിണതഫലം എന്താണ്? ഈ തെങ്ങ് പോലെ നല്ല ആരോഗ്യത്തോടു കൂടി ചുവട്ടിലൊക്കെ വണ്ണം കണ്ടോ? ചുവട്ടിലെ വണ്ണം എല്ലാത്തിനും അത് ഇതിന്റെ ഫലം തന്നെയാണ്. പിന്നെ രണ്ടാമത്തെ ഫലം, ഇവിടെ എല്ലാ തെങ്ങുകളും ഹൈബ്രിഡ് ആണേലും നാടനാണേലും ഇതെല്ലാ തെങ്ങുകളും 3.5 വർഷത്തിൽ ചൊട്ടയിടും. സാധാരണഗതിയിൽ നാടൻ ചൊട്ടയിടുന്നത് 7 വർഷം 8 വർഷം ആകുമ്പോഴാണ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇത് 3.5 വർഷത്തിൽ തൊട്ട് ചൊട്ടയിടാൻ തുടങ്ങി. നാടനും വെച്ചിട്ടുണ്ട്, ഹൈബ്രിഡും വെച്ചിട്ടുണ്ട്. അത് 3/2 ഭാഗവും നാടനാണ്. 1/3 ഭാഗേ ഹൈബ്രിഡുള്ളൂ. അങ്ങനെ ചെയ്യാനുള്ള കാര്യം എന്തുവാ? ഹൈബ്രിഡിന്റെ ലഭ്യത, പിന്നെ നാടൻ തന്നെ ലോക്കൽ വെസ്റ്റ് കോസ്റ്റോള് ഒരു നല്ലതായിരിക്കും എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. എന്നാണെന്ന് വെച്ചാൽ ഇത് ഇവിടുത്തെ എസ്റ്റാബ്ലിഷ്ഡ് ക്രോപ്പ് അല്ലായിരുന്നോ?
എന്നിൻ്റെ ഒരു സംശയം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠതയാണ് ഈ തെങ്ങിൻ്റെ അനാരോഗ്യത്തിനുള്ള കാരണം എന്നുള്ളത്. അപ്പോൾ അത് പരിഹരിക്കാനുള്ള കാരണങ്ങൾ കാര്യം പ്രാക്ടിക്കലായിട്ട് അത് ആദ്യം തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ കാണിക്കാം. അതിൻ്റെ അവിടെ ഒരു ഫോട്ടോ എടുക്കണം. സാറിൻ്റെ കയ്യിലാണോ ഫോട്ടോ ഇരിക്കുന്നത്? അത് ഫോട്ടോ എടുക്കാം. പിറ്റെടുത്ത് വെച്ചതുണ്ട്. ഒരു തെങ്ങ് പോയടത്തല്ല വേറൊരു കാര്യത്തിന് വേണ്ടി ചെയ്തത്. സാറ് 3.5 വർഷമായപ്പോൾ കായ്ച്ചു നാളെ ചൊട്ടയിട്ട്. അപ്പോൾ 4-4 വർഷം കായ്ച്ചു. ചൊട്ടയിട്ട് കഴിഞ്ഞാൽ കുറച്ചെണ്ണം പോകുമായിരിക്കും അല്ലേ? ആദ്യത്തെ ചൊട്ടകൾ ആദ്യത്തെ 2-3 പോകും. പക്ഷെ 4-5 വർഷത്തേക്ക് വിളവെടുക്കാന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. പിന്നെ അപ്പൊ ഇത് ഈ എന്താ പറയുന്നത്, നമ്മൾ ചെയ്ത സംഭവമേ അതിന് എന്നാ വില വരും? 50 കിലോ 50 കിലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 350 രൂപ. 350 രൂപ അത്രേ ഉള്ളൂ. JCBൻ്റെ അടുത്ത് ഒരു കുഴി വെച്ചുമ്പോഴത്തേന് ഇത്രയും തയ്യാറാക്കുമ്പോഴത്തേന് 1000 രൂപയാവും ഒരു കുഴിക്ക് തന്നെ. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല 9 മീറ്റർ അകലത്തിലാണ് കുഴിയെടുത്ത് തെങ്ങുകൾ വെച്ച്. അതും കൂടെ 9 മീറ്റർ അകലാണ്. ഇതും അതിൻ്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്നതാണ്. അതും കൂടെ 9 മീറ്റർ അകലാണ്. ഇവിടെ ഇത് ഉണ്ടായിരുന്നതല്ല, ഇടയ്ക്ക് വെച്ചതാണ്. പോയിട്ട് വെച്ചാണ്. ഈ 9 മീറ്റർ അകലത്തിൽ വെച്ച് എനിക്കൊരുപാട് നഷ്ടങ്ങളുണ്ടായി. 2 കീടങ്ങളാണ് ഇതിനെ ആക്രമിക്കുന്നത്. ഒന്ന് കറുത്ത ചെല്ലിയും മറ്റൊന്ന് ചുവന്ന ചെല്ലിയും. കറുത്ത ചെല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഭാഗം കുറച്ച് അകത്ത് കയറി കുറച്ച് തിന്നേച്ചങ്ങ് പോവും. അവൻ തെങ്ങിനെ കളയത്തില്ല. പക്ഷേ ചുവന്ന ചെല്ലി അങ്ങനെയല്ല. അതിനകത്ത് തെങ്ങിനെ അകത്ത് കയറി മുട്ടയിട്ടിട്ട് ഒന്നുകിൽ ചുവട്ടിൽ മുട്ടയിടാം, അല്ലെങ്കിൽ മുകളിൽ മുട്ടയിടാം, അല്ലെങ്കിൽ മുകളിലോട്ട് പോകണ ഒരു ഓലയിൽ കൂടെ മുട്ടയിട്ട് ഇങ്ങോട്ട് ഇറങ്ങി അതിൻ്റെ ഹൃദയഭാഗത്ത് വന്ന് എന്നിട്ട് ഒരു ശലഭം ഇടുന്ന പൊട്ട റെഡ് പാമ്പ് ഇവിടെന്ന് പറയും. അത് ചുവന്ന ഇല ഇടുന്ന പൊട്ട 200 മുട്ടയോളം കാണും. അത് അതിനകത്തിരുന്ന് അതിൻ്റെ തെങ്ങിൻ്റെ ഹൃദയഭാഗത്തോട്ടങ്ങ് പോകും. മുളയോട്ട് കൂമ്പിലേക്ക് പോകും. കൂമ്പ് മുഴുവൻ തിന്നും. എന്നിട്ട് ഈ തെങ്ങിൻ്റെ മണ്ട മറിയുമ്പോഴേ നമ്മൾ അറിയത്തുള്ളൂ. അങ്ങനെ തെങ്ങുകൾ നഷ്ടപ്പെടാൻ തുടങ്ങി. അപ്പം ഞാൻ ചെയ്തു, ഈ 4 തെങ്ങിൻ്റെ ഇടയ്ക്ക് ഒരു തെങ്ങ് വെച്ചു. ഇതങ്ങനെയുള്ള വെച്ചാണ്. അതങ്ങനെ വെച്ച് പോവാണ് എല്ലായിടത്തും വെക്കുന്നതുണ്ട്. വെച്ച് പോകുന്നുണ്ടല്ലേ? അപ്പം സാർ അങ്ങനെ ചെയ്യാനുള്ള കാര്യം ഈ നഷ്ടം വരുന്നതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ കുഴി ഇങ്ങനെ എടുത്തിട്ട് വെക്കുന്നതിനകത്ത് 2 കാര്യമാണുള്ളത്. ഇത്രയും ഭാഗത്ത് മണ്ണില് കീഴ്മണ്ണിൽ അമ്ലഗുണം ഇല്ലാതെ കിട്ടും ഈ ഏരിയയിൽ ഇത്രയും ഭാഗത്ത്. പിന്നെ ചെടിക്ക് വേണ്ട 2 പ്രധാന മൂലകങ്ങളായ കാൽസ്യവും മഗ്നീഷ്യവും സുലഭമായി കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് ഈ ചെടി നല്ല ആരോഗ്യത്തോടു കൂടി വളർന്നു വരുന്നത്. ഇതൊക്കെ നല്ല ആരോഗ്യത്തോടു കൂടിയാണ് വളർന്നു വരുന്നത്. അപ്പം ഓലകളാണേലും വലിയ നീളമുള്ള ഓലകൾ, അങ്ങനെ എല്ലാ വിധത്തിലുണ്ട്. അപ്പൊ ഇങ്ങനെ വെക്കുന്നതിന്റെ ഫലമാണത് കിട്ടിയത്. ഇനി ഈ തടി വരും തോറും ഇതിന്റെ മണ്ണ് കൂട്ടി അങ്ങ് വരും. താഴോട്ട് ഇറക്കിയിടും. മുകളിലോട്ട് വരുന്നതിനനുസരിച്ച് ഇറക്കും. എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തെങ്ങിന്റെ ചോടുന്നുണ്ടോ വലിയ വണ്ണം വെച്ചല്ലേ ഇരിക്കുന്നത്. ആ വണ്ണം വെച്ച ചുവട്ടില് ചില വിള്ളലുകൾ ഉണ്ടാകും. ആ വിള്ളലുകളിൽ ഈ ചുവന്ന ചെല്ലി കയറി മുട്ടയിടാം. മുട്ടയിട്ട് അവൻ അതിനകത്ത് കയറി തിന്നു പോകും. ആ തിന്നു പോയി അകം മുഴുവൻ പൊള്ളയായി തീരും. തെങ്ങങ്ങ് മറിഞ്ഞു വീഴും. അന്നേരെ നമ്മൾ അറിയത്തുള്ളൂ. കാണിക്കാം, ഞാൻ മറിഞ്ഞു വീണ കാണിക്കാം. അതൊരു കൊണ്ടാണ് ഇതിങ്ങനെ താഴ്ത്തു വെച്ച് പകുതി കുഴി മണ്ണിട്ട് മൂടി ഡോളമായിട്ടൊക്കെ ചേർത്ത് നല്ല വൃത്തിയായിട്ട്. ഇനി ഇത് വണ്ണം വെക്കും തോറും തടി വെക്കും തോറും ഇത് മൂടി വരും. എന്നിട്ട് ചുവട്ടിൽ നിന്ന് മണ്ണോടെ അങ്ങ് മൂടും. അപ്പം ആ വണ്ണം വെച്ച ഭാഗം ഈ ചെല്ലിക്ക് കാണാൻ പറ്റത്തില്ല. അപ്പൊ അവിടെ വിള്ളലുണ്ടെങ്കിലും കയറാൻ പറ്റില്ല, അവിടെ പോയി മുട്ട ഇടത്തില്ല. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. അപ്പം ചുവന്ന ചെല്ലിയുടെ ആക്രമണത്തിന്റെ ഒരു വശം അടച്ചു. അത് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ടാണ് എനിക്ക് കിട്ടിയത്. ഈ പരിപാടി തുടങ്ങിയത് 2 വർഷം മുമ്പാണ്. ഞാനെന്ന് വെച്ചാൽ അതിനു മുമ്പ് എങ്ങനെയായിരുന്നു, 3/4 പങ്കും ഇതിടുമായിരുന്നു.
മണ്ണിടുമായിരുന്നു. അതിനകത്തായിരുന്നു ഇത് വെച്ചോണ്ടിരുന്നത്. ഇതുപോലെ വലിയ കുഴി തന്നെ, പക്ഷെ മുക്കാൽ പൊങ്ങും മണ്ണിടുമായിരുന്നു. ഓ, ഇത്രയും ആഴമില്ലായിരുന്നു. ഇത്രയും ആഴമില്ല. ആഴമല്ല, ആഴം എടുത്താലും അല്ല, ഈ ചെടി വെച്ച ആഴം അത്രയില്ലായിരുന്നു. അത്രയില്ലായിരുന്നു. ഇനി ഇപ്പൊ ഇതിന്റെ ഇത്രയും ഇത് മുഴുവൻ ആ ചെടിയുടെ മൂട് പോലെ ഒരാളെ വെളിയിൽ കാണാതെ ഇങ്ങനെ. ഇപ്പൊ സാറ് പറഞ്ഞ ആ ചെടി, ആ തെങ്ങെന്ന് പറയുന്നത് മുക്കാൽ ഭാഗം മണ്ണിട്ടായിരുന്നു. മണ്ണിട്ടായിരുന്നു. ഇത് അരഭാഗം മണ്ണിട്ടു. ഇപ്പൊ എന്നാ ചെയ്യും? അപ്പൊ ഈ ആ വണ്ണമുള്ള ഭാഗം ഇനി ഇത് വളർന്നു വരുമ്പോ ഇതിന് വണ്ണമുള്ള ഭാഗം ഉണ്ടാകുമ്പോൾ അത് വെളിയിൽ കാണത്തില്ല, മണ്ണിനടിയിൽ പോകും. മണ്ണിനടി കിടക്കും. ആ ഒരു പ്രായോഗികമായ ഒരു പ്രവർത്തനം കൊണ്ട് ഈ ചുവന്ന ചെല്ലിക്ക് താഴെ കൊണ്ട് പണിയുന്ന കാര്യം. അപ്പൊ പിന്നെ മോളിൽ കയറത്തില്ലേ? മോളിൽ കയറും. അപ്പൊ സാറേ ഞാൻ അതിനുള്ള മാർഗത്തിലേക്ക് ഞാൻ വരാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ നെറ്റ് വെച്ചിരിക്കുന്നുണ്ടോ? പഴയ മീൻവല ആണ്. അതെന്തിനാ വെച്ചിരിക്കുന്നത് വെച്ചാൽ കറുത്ത ചെല്ലിയെ പ്രതിരോധിക്കാനാണ്. ഈ കുഞ്ഞു തയ്യിൽ വന്ന കുത്തൂല്ലേ? പിറ്റേ ദിവസം കുത്തി മറിച്ചിട്ടുണ്ട്. ആ തേങ്ങായിട്ട് ചീരുന്നിടത്ത് കൊണ്ട് കുത്തും. അതിനുവേണ്ടി ഈ വെക്കുന്ന ദിവസം തന്നെ ഈ നെറ്റ് വെച്ചാ വെക്കുന്നത്. നെറ്റ് വെച്ചാൽ നെറ്റേ കുരുങ്ങി കിടക്കും. അങ്ങ് കിട്ടിയിട്ടുണ്ട് സാറിന്? ഒരു ഫോട്ടോ കാണിച്ചു തരാം. ആണല്ലേ? ഇരിപ്പുണ്ട്, ഞാനത് കാണിച്ചു തരാം. അത് അന്നേരം എടുത്ത് വെച്ചാൽ മതി. ഇങ്ങോട്ട് പോകും. ഇത് കണ്ടോ നെറ്റ് വെച്ചിരിക്കുന്നത്? ഈ നെറ്റ് എന്ന് പറഞ്ഞാൽ പഴയ മീൻവലയാണ്. ചങ്ങനാശ്ശേരി കിട്ടും, ഇത് കോട്ടയത്തും കിട്ടും. തൂക്കി കിട്ടുമല്ലോ? തൂക്കി കിട്ടും. അപ്പൊ അത് കൊണ്ടുവന്ന് കഷ്ണങ്ങളായിട്ട്, ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചാണ് വെച്ചിരിക്കുന്നത്. അത് കറുത്ത ചെല്ലിക്കുള്ള. അത് സാറ് പ്രത്യേക രീതിയിൽ കവർ ചെയ്ത് വെച്ചേക്കുന്നതാണ്, അത് ഉടക്കി വെച്ചിട്ടുണ്ടെന്ന് മാത്രം? അല്ലല്ല, കറുത്തി ആ കവടി തന്നെ ഇറക്കി വെച്ചിരിക്കുക. കാണിച്ചു തരാം, വേറെ കാണിച്ചു തരാം. അതായത് അപ്പൊ അതിന് കുഴിയുടെ കാര്യം കഴിഞ്ഞല്ലോ. ഇതൊരു പ്രത്യേക ഈ കേരളത്തില് നടപ്പിലാക്കേണ്ട ഒരു പ്രധാന ഇതാണ് തെങ്ങ് വെക്കുമ്പോഴേക്കും. ചെല്ലി സംരക്ഷണം അല്ലേ? ഇത് കണ്ടോ? അല്ല, കുഴിയുടെ ആ രീതിയിൽ തെങ്ങ് വെക്കുന്ന ചെല്ലി സംരക്ഷണം കറുത്ത ചെല്ലിക്ക് എതിരായിട്ടുള്ളതാണ്. ഇത് കണ്ടോ? ഈ കവിളി വെച്ചിരിക്കുന്നത് ഓരോ കവിളിലും ഇവിടുത്തെ 3 കവിളിൽ വെക്കണം. 1, 2, 3 കവിളിൽ വെക്കണം. ഇവിടെ കൂടെ വെക്കാറായി. അപ്പൊ ഇത് ഇവിടെ വരുമ്പോഴത്തേന് ഇവിടെ ഇവൻ ഇതിലൂടെ കയറി ഇവിടെയാണ് തിന്നുന്നത്. ഇവിടെയാണ് തിന്നുന്നത്. മുകളിലെ വശം അല്ലേ? ഇതിനകത്തോട്ട് കയറും. കാണിച്ചു തരാം വേറെ ഉള്ളിടത്ത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. കണ്ടോ? അപ്പൊ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ 90% ഇവൻ ഇതിനകത്ത് ഉടക്കി കിടക്കും. അപ്പൊ സാറ് സംശയം ചോദിച്ചോട്ടെ, സാർ ഇപ്പൊ കൈ പിടിച്ചേക്കുന്ന അവിടെ ആ ഭാഗത്തിന്റെ മുകളിലത്തെ കണ്ടോ? അത് വിരിഞ്ഞു വരുമ്പോഴാണ് നമ്മള് അല്ലല്ല ഇത് ഇങ്ങനെ ഉണ്ടോ? ഇത് കണ്ടോ? ഇത് കൈ കൊണ്ടോ അല്ലെങ്കിൽ കത്തി കൊണ്ടോ ഇങ്ങനെ കെട്ടിയിട്ട് ഇതിനിടയിൽ കൂടെ ഇങ്ങനെ അങ്ങ് കയറ്റുകയാണ്. ഇവൻ എങ്ങനെയാണെന്നറിയാം? ഇവൻ ഇവിടെ ഇതിലൂടെ കയറി ഇതിനകത്തേ കയറത്തുള്ളൂ. അവൻ ഒളിച്ചിരുന്ന് തിന്നത്തുള്ളൂ. അവന്റെ സ്വഭാവം അങ്ങനെയാണ്. കറമ്പൻ ചെല്ലി. എടാ തിന്ന് അങ്ങോട്ട് പോകും, മുകളിലോട്ട് പോകും, താഴോട്ട് ഇറങ്ങി വരും. കുറെ തിന്നു കഴിഞ്ഞാൽ ഇറങ്ങിപ്പോകും. സാറേ, അപ്പൊ മടല് വിരിയുന്ന അനുസരിച്ചാണ് ഓരോ അത് കയറ്റി വെക്കും. ഈ താഴെ നിന്ന് എടുത്ത് ഇതെടുത്ത് അതിന് അവിടെ ബലപ്പെട്ടോ? ഇവിടെ ഇനി കയറത്തില്ല. പിന്നെ സംശയം ചോദിച്ചോട്ടെ സാറേ, ഇതെന്താ ഈ സംഭവം? ഇതെന്തോ അതൊരിക്കൽ കടിച്ചു നോക്കിയതാണ് അവൻ. ആണല്ലേ? ആദ്യം നോക്കിയതാ. ആണല്ലേ? അന്നേരം വെച്ചിട്ടില്ലായിരുന്നോ? അതോ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ കയറാൻ പറ്റിയില്ല. അറിയാവില്ലേ, നമ്മളത് നല്ല കാര്യം അറിയാം. അവനിപ്പോ ഉടക്കി കിടക്കും. ഇതുപോലെയാണ് മണ്ണ് കൂട്ടി വെച്ചിരിക്കുന്നത്. ഇത് കേട്ടിരുന്നത് നെറ്റ് ഇട്ടിരിക്കുന്നത്. നമ്മൾ പുതിയ രീതിയിലുള്ള കൃഷിയാണല്ലോ അല്ലേ സാറേ? ഇപ്പോഴത്തെ കൃഷിയാണല്ലോ സാർ ഇപ്പൊ പറഞ്ഞ രീതിയിലുള്ള? അത് തന്നെയായിരുന്നു. അതിങ്ങനെ പൊങ്ങി വന്നുള്ളേ ഉള്ളൂ. ഇവിടെ ഒരു തൈ ഉണ്ട്, ഇവിടെ തൈ ഇല്ലായിരുന്നു. ഇവിടെ കുഴി കുഴിച്ചിട്ട് വെച്ചാണ്. സാർ ആദ്യം ചെയ്തപ്പോൾ 9 മീറ്റർ. അതിനും കുറയ്ക്കുമല്ലേ? കുറയ്ക്കണമെന്നില്ല, ഇത് തന്നെ ചെയ്തിട്ട് ഈ നടുക്ക് വെച്ചാൽ മതി. അപ്പൊ ചൂടൽ വരത്തില്ല? ചൂടല് ഒരു ബിഗ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ 9 മീറ്റർ അകലത്ത് വെച്ചപ്പോഴും തെങ്ങുണ്ട് പോലെ കണ്ടവാനം കൂട്ടിമുട്ടുന്നുണ്ടായിരുന്നു. നെയ്യാറ്റിൻകര ചെല്ലുക, അവിടുത്തെ തോട്ടം ശ്രദ്ധിക്കുക. വളരെ അടുപ്പിച്ചാണ് വെച്ചിരിക്കുന്നത് തിരുവനന്തപുരംകാര്. അത് 6 മീറ്റർ ഒക്കെ ഉള്ളൂ, 5, 6 ഒക്കെ ഉള്ളൂ. നല്ലതായിട്ട് അടുത്താണ് നിൽക്കുന്നത്, യാതൊരു കുഴപ്പമില്ല. പിന്നെ ഈ ലക്ഷദ്വീപ് ചെല്ലുക, അടുത്തടുത്താണ്. നല്ല വിളവാണ് അവിടെ, യാതൊരു കുഴപ്പമില്ല. ഇവിടെ ഇത്ര സൂര്യൻ ഉള്ളപ്പം പിന്നെ എന്തിനാണ് ഇത്ര നല്ലതാണ്. അപ്പൊ ഇത് അകത്തി വെച്ചപ്പോഴും എന്റെ ഓലയുടെ നീളം ഏകദേശം 6 മീറ്റർ കൂടുതലാണ്. 6, 12 മീറ്റർ ഇങ്ങനെ പോകും. അങ്ങോട്ടും ഇങ്ങോട്ടും കയറി മുട്ടുന്നുണ്ട്. പിന്നെ എന്നാ ചെയ്യാൻ നടക്കും? അല്ല,
അല്ല പിന്നെ എല്ലാ പഴയതും ശരിയായി കൊള്ളണമെന്നില്ല. സയൻസ് പുരോഗമിക്കുകയാണ്. അതെ. അപ്പം മാറി ചിന്തിച്ചുകൊണ്ട് ഒരു വലിയ കുഴപ്പമൊന്നും വരാൻ പോണില്ല. എനിക്ക് പ്രൊഫഷണൽ യാതൊരു കുഴപ്പമില്ല. ശരി ശരി. എലി കയറുമെന്നോ. ഇവിടെ ഒരു തെങ്ങുണ്ടായിരുന്നു സാറേ. ഈ പോയെടുത്ത് തന്നെ നമ്മൾ രണ്ടാമത് ഇതേപോലെ തന്നെ കുഴി എടുക്കണോ അതോ അല്ലാതെ? ഇല്ലില്ല, അവിടെ തന്നെ വെച്ചേക്കാം. കാരണം അവിടെ ഓൾറെഡി കുഴി എടുത്തല്ലേ, എടുത്ത ഡോളമൈറ്റ് ഇട്ട് കഴിഞ്ഞാണ് അവിടെ വീണ്ടും അതുപോലെയാണ് എല്ലാം പോയതാ. ഇത് നേരെ കുറെ പോയെന്ന് പറയുന്നത് സാറേ ചെല്ലിയുടെ പ്രശ്നം കൊണ്ടാണ്. ചെല്ലി ആക്രമിച്ചാണ്. ഇത്രയും സാറ് കെയർ ചെയ്തിട്ടും നെറ്റ് വെക്കുന്നതിന്റെ തീർന്ന് നെറ്റ് വെക്കുന്ന മതിയല്ലോ. അവിടെ എങ്ങനെ പോയൊരു ഒരെണ്ണം തൂങ്ങി കിടക്കുന്ന കാണിച്ചത്. ചെല്ലി കുരുങ്ങി കിടക്കുന്നത് ഉണ്ടോ? അവിടെ കുത്തിയിട്ടുണ്ട്. ഏത് രക്ഷപ്പെട്ടിട്ടുണ്ട് മട്ടില്? അതല്ലല്ലോ, അത് പഴയ പാട. ഇല്ല, അവിടെയല്ല, വേറെ എങ്ങാണ്ട് ഒരിടത്തൊരു ചെല്ലി ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട്. അവിടെ കിടന്ന് ജീവനുണ്ടോ? ഇല്ല, ജീവൻ പോയതാ. അവിടെ താഴെയാ. ഇതിന്റെ അവശിഷ്ടമുണ്ട് കേട്ടോ. ഇത് കണ്ടോ അതിന്റെ അവശിഷ്ടങ്ങള്. ആ കുടുങ്ങി പോയതാ. കുടുങ്ങിയിട്ട് അവിടെ കിടന്ന് കുടുങ്ങിയിട്ടൊന്നും എടുക്കാനൊന്നും പോകത്തില്ല. അത് ചത്തു പോകത്തേ ഉള്ളൂ അവിടെ കിടന്ന്. വേറെ എടുത്തു തരാം, കാണിച്ചു തരാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ തെങ്ങിന് അറ്റാക്ക് ചെയ്യുന്ന കീടങ്ങള്. ആ ചുവന്ന എലി നശിപ്പിച്ച ഒരു തെങ്ങ് കാണിച്ചു തരാം. ഒരു തെങ്ങ് മണ്ട മറിഞ്ഞുണ്ട് വെട്ടിക്കളഞ്ഞത്. കണ്ടുപിടിച്ചു, പക്ഷേ ലേറ്റായിപ്പോയി. ക്യാൻസറിന്റെ കാര്യം പറഞ്ഞ പോലെ അവൻ കണ്ടുപിടിച്ചായിരുന്നു, പക്ഷേ ലേറ്റായിപ്പോയി. അവിടെ കുത്തിയേക്കുന്നത്, അവിടെ നടുക്ക് അവന്റെ ഹൃദയഭാഗത്ത്. സാറേ, ഈ ചുമന്ന ചെല്ലിയെ പ്രതിരോധിക്കാൻ ഇത് തന്നെയാണോ മാർഗം? ഈ വല വെച്ച് കഴിഞ്ഞാൽ അവൻ ചുമന്ന ചെല്ലിക്ക് ഈ വലയുണ്ട് യാതൊരു കാര്യമില്ല. കറുത്ത എല്ലിക്ക് മാത്രമേ പ്രയോജനമുള്ളൂ. പിന്നെ കറുത്ത എല്ലിയുടെ കുത്തല് കുറയുമ്പം ഈ ചുമന്ന ചെല്ലി വരാനുള്ള സാധ്യത കുറഞ്ഞു കിട്ടും. അവനാണ് പാത ഒരുക്കി കൊടുക്കുന്നത്? അല്ല, അവൻ പാത ഒരുക്കി കൊടുക്കുന്നതല്ല. അവൻ മുറിക്കുമ്പം തെങ്ങിന്റെ മണം വരും. മണം അന്തരീക്ഷത്തിൽ വ്യാപിക്കും. ഇപ്പൊ ഈ മണമാണ് ഇവനെ അട്രാക്ട് ചെയ്യുന്നത് തെങ്ങിലേക്ക് വരാൻ വേണ്ടി. അപ്പൊ ഈ മുറിവുള്ളിടത്ത് നമ്മുടെ ചോര നമുക്ക് ഒരു ഇതിനകത്ത് ഇറങ്ങുകയാണെങ്കിൽ, സ്രാവുള്ള ഇതിനകത്ത് എങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ നമുക്കൊരു മുറിവുണ്ട്. നമ്മൾ ചോര മുറിച്ചു കഴിഞ്ഞാൽ സ്രാവ് ഒന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യും എന്ന് പറഞ്ഞ പോലെയാണ്. ഇവൻ മുറിച്ചിട്ടുണ്ടെങ്കിൽ, ഇവന്റെ മുറിവില്ലെങ്കിൽ അറ്റാക്കിന്റെ ചാൻസസ് കുറഞ്ഞു കിട്ടും. മുറിവ് വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ. അപ്പൊ സാറേ, ഞാൻ ഡൗട്ട് ചോദിച്ചോട്ടെ സാർ? ഇപ്പം ഈ മുറിവിന്ന് കാര്യം പറയാം. അപ്പൊ നമ്മൾ മടല് വല്ലതും വിട്ടുവാണെങ്കിൽ അത് ബാധകമാണോ? എന്റെ പുസ്തകത്തിലൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്റെ അറിവില് ഞാൻ ഇത്രയും നാൾ നോക്കിയിട്ട് ഈ മുറിവ് കൂടെ ഈ മടല് വെട്ടുന്നതിനടുത്തൂടെ കയറിയിട്ടില്ല. ഇവന് നേരിട്ട് കയറാനുള്ള കഴിവുണ്ട് മടലിനകത്തൂടെ. അതല്ല ഞാൻ ചോദിച്ചതല്ല ചോദ്യം. മടല് വെട്ടിയതിന്റെ സ്മെല്ലുണ്ടല്ലോ, സാറ് പറഞ്ഞില്ലേ ഒരു മുറിവുണ്ട്. പക്ഷെ ഞാൻ ഇതേവരെ കണ്ടിട്ടില്ല, അതുകൊണ്ട് വന്നിട്ടില്ല. പുസ്തകത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആണല്ലേ? ഞങ്ങളുടെ പുസ്തകങ്ങളിലൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. തെങ്ങ് കൃഷിയെ തിയറിയുണ്ട്. പക്ഷെ ഞാൻ ഇതേവരെ കണ്ടിട്ടില്ല, അനുഭവിച്ചിട്ടില്ല. ആ മോഡൽ ഓഫ് എൻട്രി. അപ്പൊ അതാണ് ഒരെണ്ണം. ഇതിന്റെ മൂട് പോയതാ കേട്ടോ. ഇതിനകത്ത് മുഴുവൻ ഇതായിരുന്നു. പിന്നെ അതൊക്കെ റിക്കവർ ചെയ്ത് ചെയ്യാം. എന്താ സാർ അതിന് ചെയ്യുന്നത്? എന്തെങ്കിലും നമ്മള് ഞാനതിനെ ഫ്യൂമിഗേറ്റ് ചെയ്യും. ആണല്ലേ? സെല്ല് ഉണ്ടായിക്കോളൂ അല്ലേ? പോയത് സെല്ലാണെങ്കിലും പിന്നെ തിരിച്ചു വന്നോളൂ? ഇല്ല, വരത്തില്ല. തെങ്ങിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ആണോ? നെറ്റ് എടുത്തു വെച്ചിരിക്കുന്നുണ്ടോ സാറേ? മതിൽ കെട്ടാൻ നല്ല പൈസ മുടക്കിയിട്ടുണ്ടല്ലോ. അതെ, റിട്ടയർമെന്റ് മുമ്പേ തന്നെ ഒരു വർഷം 2 ലക്ഷം രൂപ വെച്ച് മുടക്കുമായിരുന്നു. അതിപ്പോൾ 3 സൈഡും തീർന്നു. കെട്ടിടം വെച്ചപ്പോൾ 4ാമത്തെ സൈഡും തീർത്തു. കൊണ്ട് ഒരു പ്രയോജനം കിട്ടി. ഒരു പന്നിയും ഒരു കുറുക്കനും ഇതിനകത്ത് കയറത്തില്ല. അതൊരു ഭയങ്കര ഭാഗ്യമായിപ്പോയി. ഇവൻ കെട്ടണമെന്നുണ്ടെ ഇത് കാര്യമാണെന്നറിയോ? നേരത്തെ ചെയ്തുകൊണ്ട് കല്ലിന് എന്തുമാത്രം വില? കല്ലിന് ഭയങ്കര വിലയായില്ല. കല്ലിന് കട്ടയ്ക്ക് എല്ലാം ഭയങ്കര. ഒരു കട്ടയ്ക്ക് 40 രൂപ. അത് രക്ഷിച്ചെടുത്തതാ. ഇവിടെ ഇഷ്ടം പോലെ. ഇത് കണ്ടോ? ഇത് മുഴുവൻ ഇതിങ്ങനെ പഠിച്ചു വരുന്നു ഓരോന്നോരോന്നായിട്ട്. പുസ്തകത്തില്ലാത്തതാണ് പലതും. ആണല്ലേ? പഠിച്ച്
ഒപ്പിച്ചെടുത്താണ്. ഓഹോ ഹോ. പിന്നെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അതായത് സയൻറ്റിസ്റ്റ് ആയിരുന്നുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള ഗവേഷണത്തിനുള്ള കഴിവുണ്ടല്ലോ. ഞാൻ ആ ചെല്ലി എവിടെ ഇരിക്കുന്നത് നോക്കുമായിരുന്നു. കറുത്ത ചെല്ലി ഇവിടെയാണെന്ന് തോന്നുന്നു. വേണ്ട 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 വേണ്ട. സീരിയസ് ബഗർ അവനെ ഉറുമ്പ് തിന്നാൻ തുടങ്ങി. കണ്ടോ, ഇവൻ്റെ പകുതിയും പോയി. ഉറുമ്പ് തിന്നത് കണ്ടോ, കറുത്ത ചെല്ലി കൊമ്പൻ ചെല്ലി. അവൻ ചാടിയാണോ മറിഞ്ഞു കിടക്കുന്നേ? ഏത്? അത് ചെറിയ രീതി താഴോട്ട് കിടക്കുന്നേ? അതല്ല സാർ, ഇത് തന്നെ, ഇത് താഴോട്ടല്ലേ തൂങ്ങി കിടക്കുന്നേ? അത് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നു. ഇവിടെ ഇവൻ ഇവിടെ കയറി. ഇവൻ കയറിയപ്പോൾ ഇവിടുന്ന് കുറച്ചുകൂടെ ഇങ്ങോട്ട് വലിച്ചു പോയതാ. ഇങ്ങനെയാണ് രക്ഷപ്പെടാൻ ശ്രമിച്ചതാണ്. മറിഞ്ഞു കിടക്കുന്നത് രക്ഷപ്പെടത്തില്ല. 90% കുരുങ്ങി കിട്ടും. 10% കയറും കേട്ടോ. സാറ് ഇതെങ്ങനെ കണ്ടുപിടിച്ച ഇങ്ങനെ? ഇതൊരു ചാൻസ് ഫൈൻഡിങ് ആയിരുന്നു. എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാല് അത് റംബൂട്ടാൻ വലയിടുന്നത്. പിന്നെ തെങ്ങിൽ ഇങ്ങനെ ചുറ്റി കണ്ടിട്ടുണ്ട്. ഇന്തോനേഷ്യ, മലേഷ്യ കണ്ടൊക്കെ അവർ ഇതിനു വേണ്ടി ചെയ്യുന്നുണ്ട്, ചെല്ലി വരാതിരിക്കാൻ. പിന്നെ ഞാൻ സയന്റിഫിക് ആയിട്ട് പഠിച്ചു. ഇത് മൊബൈൽ കെട്ടി വെച്ചിട്ട് എൻ്റെ സൗണ്ട് ട്രാക്ക് ചെയ്തപ്പോൾ അവന് മനസ്സിലായി അവനെ കയറുന്ന സ്ഥലം അവൻ ഈ കവിളിൽ ഇങ്ങനെ അകത്തെ കയറിയേ കുത്തത്തുള്ളൂ. എങ്ങനെ സാറ് എങ്ങനെ ട്രാക്ക് ചെയ്ത് സാറെന്ന് പറയും? ഇവനെ മുകളിലത്തെ 3 കവിളിലേ കുത്തത്തുള്ളൂ. അവൻ ഇവിടെ കയറും, ഇതിന്റെ ഇടയ്ക്ക് ഇവിടെ കയറും. ഇവിടെ കയറിയിട്ട് അകത്തോട്ട് തടിയിലേക്ക് കുത്തും. അപ്പൊ അവിടെ എളുപ്പമായോണ്ടായിരിക്കും മോള് കുത്താൻ പറ്റും. അതെ, മോളെ താഴെ കുത്താൻ പറ്റത്തില്ല. മോളെ കുത്തും. മുകളിലത്തെ 3 കവിളിലാണ് സാധാരണ കുത്തും. മുകളിലെ 3 കവിളിലെ സാധാരണ കുത്തും. സാറ് ട്രാക്ക് ചെയ്തെന്ന് പറയാം, അതെങ്ങനെ കണ്ടു? അത് അതിന്റെ ബിഹേവിയർ എങ്ങനെയാണുള്ളത്? ഇപ്പൊ നമ്മൾ ഈ മൊബൈല് സൗണ്ട് റെക്കോർഡ് ചെയ്തു. അതിന്റെ സൗണ്ടിന്റെ പ്രത്യേകത കിടക്കുന്നൊരു സൗണ്ട് വരും. സൗണ്ട് ട്രാക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ കിടക്കുന്നൊരു സൗണ്ട് ഉണ്ട്. അത് കട്ട് ചെയ്യുന്ന മുറിക്കുന്നതാണ്. വന്നിരുന്നിട്ട് അപ്പൊ മുറിക്കുമ്പോൾ ഒരു ശബ്ദം വരും, കിടക്കുന്ന. നമ്മൾ ഈ കൊഞ്ച് ഷെൽഫിഷ് നമ്മൾ കടിച്ച് പൊട്ടിക്കത്തില്ലേ, ഞണ്ടിന്റെ കടിച്ച് പൊട്ടിക്കത്തില്ലേ, അതുപോലത്തെ ഒരു സൗണ്ട് വരും. അപ്പോൾ കടിക്കുന്ന സൗണ്ട് കിട്ടി. അപ്പൊ അവൻ കയറുന്നത് ആ പ്രദേശത്ത് മാത്രമേ കയറത്തുള്ളൂ. ആ മനുഷ്യരെ അങ്ങനെ അടുത്തൂടെ പോകാൻ അവന്റെ പ്രവർത്തനം നിൽക്കും. അനങ്ങത്തില്ല, അവൻ അനങ്ങാതിരിക്കും. നമ്മളങ്ങ് പോയി കഴിയുമ്പോൾ വീണ്ടും കെട്ടി. അവൻ എങ്ങനെ അത് കണ്ടുപിടിക്കാൻ? നമ്മുടെ സാമീപ്യം എങ്ങനെ അറിയുന്ന? സൗണ്ട് ആയിരിക്കോ? അവന് ഒരുപാട് സെൻസസ് ഉണ്ട് അല്ലേ? ചിലരിങ്ങനെ പിന്നെ പാറ്റ കൂടെ വെച്ചാൽ മതി എന്നും പറഞ്ഞു മറ്റേതൊക്കെ ഇങ്ങനെ കേൾക്കാം. ഞാനിതെല്ലാം പരീക്ഷിച്ച് മന്ത്രവാദം ഒഴിച്ചെല്ലാം പരീക്ഷിച്ചു. അവസാനം ഇത് വെച്ചപ്പോഴാണ് ഇത്രയും ഫലപ്രദമായിട്ട് കിട്ടിയത്. അപ്പൊ അതിനു വേണ്ടിയാണ് ഞാൻ അവിടെ തൂക്കി വെച്ചു, നെറ്റയിൽ കൊടുക്കാനായിട്ട്. അപ്പൊ അങ്ങനെ ഇത് കിട്ടിയാണ്. ഇപ്പം പലരും ഇത് പോയി അവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. സാറേ, അപ്പം നമ്മളിപ്പോൾ പറഞ്ഞത് കറമ്പൻ ചെല്ലിയുടെ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത വരും ഇനി ചെമ്പൻ ചെല്ലിയുടെ പറയാം. ചെമ്പൻ ചെല്ലി അവനാണ് ഡാമേജ് ചെയ്തിരുന്നത് നല്ലോണം. ചെമ്പൻ ചെല്ലിയുടെ കുഴി കുഴിച്ച് കാണിക്കുന്ന ഒരു പ്രത്യേക പ്രതിരോധ മാർഗമാണ്. ഇതിലെല്ലാം ഉണ്ട്. ജോലിക്കാരൻ കയറി വെക്കും. ഏണിയുടെ ഫോട്ടോ എടുത്തു, ഏണിയുടെ ഫോട്ടോ എടുത്തു. എങ്ങനെയാ പ്രായമായി കഴിഞ്ഞാലേ ഇപ്പോഴും വലിയ ഏണി എടുത്തു, 2 ഏണി എടുത്തു. ഏണിക്കൊരു ഇതുണ്ട് കേട്ടോ. ഹൗ ഐ ബ്രോട്ട് ഇറ്റ് ഹിയർ. എത്ര ഫീറ്റാ സാറേ? അത് 20 ഫീറ്റ്. ഇത് 10 ഫീറ്റ്. 15 ഫീറ്റും ഉണ്ട്. ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്താൽ 30 ഫീറ്റ് വരെ പോവാം. ജോയിൻ ചെയ്യാൻ പറ്റും അല്ലേ? ലൈറ്റ് വെയിറ്റ് അലൂമിനിയം. റെഡിമെയ്ഡ് ആണോ? റെഡിമെയ്ഡ്. ഇതെവിടെ വെച്ച് കണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂർഗ് എന്ന് പറഞ്ഞ കർണാടകയില് അവർ കുരുമുളക് പറിക്കാനായിട്ട് ഇത് ഉപയോഗിക്കായിരുന്നു. പിന്നെ കവുങ്ങ കയറാനായിട്ട്, കവുങ്ങ തരി പറിക്കാനായിട്ട് അവിടുന്ന് കണ്ടാണ്. അപ്പൊ ഇവിടെ വന്നപ്പോഴത്തേന് എനിക്ക് ഈ കയറാനൊരു വലിയ ബുദ്ധിമുട്ട്. അപ്പോൾ ഞാനിവിടെ ചങ്ങനാശ്ശേരിക്കാരനോട് പറഞ്ഞു, അവരോട് പറഞ്ഞു, ഒരു ഫാബ്രിക്കേറ്റേഴ്സ് പറഞ്ഞു, അവർ ബാംഗ്ലൂർ പോകണ്ടെന്ന് പറഞ്ഞു.
അപ്പോൾ അവരവരുടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് എനിക്കുണ്ട് സപ്ലൈ ചെയ്തു. ഓഹോ. ഇപ്പം എല്ലായിടത്തും ഉണ്ട്. ഇപ്പം സർക്കാരും സബ്സിഡി കൊടുത്തതുണ്ട്. കിട്ടുന്നുണ്ട്. ഉണ്ട്. അപ്പോൾ ആദ്യം ഞാനാണ് കൊണ്ടുവന്നത്. ആണല്ലേ. അവർക്ക് ഒരുപാട് ബിസിനസ് കിട്ടി. അതാണ്. അത് വളരെ ലഘുവാണ്, എടുത്തുകൊണ്ട് നടക്കാം. പിന്നെ ജോലിക്കാരന് സ്ഥിരം കയറണമല്ലോ, വളരെ ആയാസരഹിതമായിട്ട് കയറാനൊക്കെ പറ്റും. ഓക്കെ. 10 അടിയിലുണ്ട്, മറ്റുണ്ട്, ഹൈറ്റും അനുസരിച്ച് മാറി മാറി വെക്കാം. ഇതൊരു നല്ല ഇതാണ് നമുക്ക് ഈ തെങ്ങുകയറ്റത്തിനുള്ള. തെങ്ങേറ്റം കമുക് കയറ്റണം. കുറെ കഴിയുമ്പോൾ വേറെ മാർഗങ്ങൾ വേണം. സാറേ അതിൽ കഴിഞ്ഞിട്ടെ ഇപ്പം ഈ നമ്മള് ചില്ലിയുടെ വല വെക്കുന്ന പറഞ്ഞു, അത് കായ്ക്കുന്ന തെങ്ങയിൽ നമ്മൾ വെക്കണം. അതങ്ങ് വരെ പോകും. 10, 30 അടി 40 അടി. അത് വലിയ ആയാസമായ ജോലിയാണല്ലോ ഈ വലിയ തെങ്ങ് കയറി ഇത് വെക്കുക എന്നുള്ളത്. ഒന്നും ആയാസകരമായ ജോലി എന്ന് പറയരുത്. അതല്ല, എന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ എന്നോട് പറഞ്ഞറിയോ, ഞാൻ എൻ്റെ വിഡ്ഢിയാണ്, തെങ്ങ വെക്കാൻ പോണു, തെങ്ങ് കയറാൻ ഇവിടെ ആളിനെ കിട്ടുമെന്ന് ചോദിച്ചു. എൻ്റെ വളരെ ലളിതമായ ഒരു ഉത്തരം ഞാൻ ചോദിച്ചു, തേങ്ങ മുകളിലോട്ടല്ല പോണത്, തേങ്ങ താഴോട്ട് വന്നോളും. ഉൽപാദനം ആവശ്യത്തിനുണ്ടെങ്കിൽ അത് പെറുക്കിയെടുത്താൽ എനിക്ക് ജീവിക്കാനുള്ളതാവും. പിന്നെ അതുകൊണ്ട് വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ചെയ്യുന്നുള്ളെന്ന് പറഞ്ഞു. ഒരു മുസ്ലിം ആൻസർ ആയിരുന്നു. ബട്ട് ഇറ്റ് ഇസ് എ പ്രാക്ടിക്കൽ തിങ്. എനിക്ക് തെങ്ങ കയറാൻ പാടുവന്ന് മുകളിലോട്ട് പോയപ്പോഴത്തേക്കിന് ഏണി കൊണ്ടുവന്നു, അലൂമിനിയം ഫാബ്രിക്കേറ്റഡ് ഏണി കൊണ്ടുവന്നു. അന്നൊന്നും ഇവിടെ ഇതില്ലായിരുന്നല്ലോ, അന്ന് ആർക്കും ഏണി ഇല്ലായിരുന്നു. 5-6 വർഷമായി. ഇത് ഞാൻ തന്നെ തേടി പിടിച്ച് ഞാൻ തന്നെ കൊണ്ടുവന്ന് വാങ്ങിപ്പിച്ച് അയാൾ എനിക്ക് വളരെ സന്തോഷപൂർവ്വം എനിക്ക് തരികയും ചെയ്തു. പുള്ളിക്ക് ഒരുപാട് ബിസിനസ്സും കിട്ടി. സോ ദർ ഇസ് എ വേ ഔട്ട് ഫോർ എവറിത്തിങ്. ഉണ്ടാവും. അങ്ങനെ ഒരു ചിന്ത വേണം. അതെ, അതുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ഞാൻ സാറിനോട് ചോദിക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ ജോലിക്കാരനാണെങ്കിലും ഇത്ര ഹൈറ്റുള്ള കാര്യത്തിൽ കയറി ചെയ്യുമ്പോഴത്തേക്ക് വരും ചിലപ്പോൾ. ഇപ്പം ഞാൻ ഒരു കയറാൻ വലിയ പിടിയൊന്ന് വണ്ടിയുടെ വളയം പിടിച്ചുകൊണ്ട് നടന്നവനെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇനി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു 20 ഫീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിന്റെ പണി പോകുമെന്ന് പറഞ്ഞു. ഞാൻ തെങ്ങ കയറാൻ ഇടുന്നതാണ്. ഞാൻ ആരെയും ഇങ്ങനെ കയറി ട്രെയിൻ ചെയ്യിക്കണം. അപ്പോൾ അങ്ങനെ അസാധ്യം എന്നുള്ള ഒന്നും വെച്ചുകൊണ്ട് കൃഷി ചെയ്യാൻ ആരും പോരരുത്. അറ്റാക്ക് ചെയ്തിരിക്കുന്നു. അത് രക്ഷിച്ചെടുക്കാൻ പറ്റുമോ സാറേ? അതിനെ രക്ഷിച്ചല്ലേ എഴുതിയിരിക്കുന്നത്. തെങ്ങ ഉണ്ടായ കണ്ടോ? അതെ. അല്ല, അപ്പൊ അവിടെ ലോഡ് പിടിക്കുമോ സാർ? അത്രയും പോയില്ലേ? ഇത്രയും ലോഡ് പിടിച്ചിട്ടുണ്ട്. ആള് കയറി ഇട്ടുകയും ചെയ്തു. പക്ഷെ എനിക്ക് സംശയമുണ്ട്. ഞാൻ ചെയ്യാൻ പോണേ അതിനെ കോൺക്രീറ്റ് ചെയ്യും. കോൺക്രീറ്റ് ചെയ്തിട്ട് സ്റ്റീൽ റോഡും മറ്റേയും വെച്ച് ചുറ്റി കെട്ടി വെക്കും.